ലോകത്ത് 51 പബ്ലിക് ലെയർ 1 ബ്ലോക്ക് ചെയിനുകളാണുള്ളത്. അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പബ്ലിക് ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ് MST എന്ന് പറയുന്ന പ്രോജക്റ്റ്. അതിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ് MST ബ്ലോക്ക് ചെയിൻ. MST ബ്ലോക്ക് ചെയിന്റെ നോഡ് വാലിഡേറ്റേഴ്സിന്റെ ഫ്രാക്ഷൻ ഷെയർസ് വാങ്ങിച്ചുകൊണ്ട് മികച്ച വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ 42 നോഡുകളാണുള്ളത്. അതിൽ 3 നോഡ് കമ്പനി കീപ്പ് ചെയ്യും. ബാക്കി വരുന്ന 39 നോഡുകളാണ് പബ്ലിക്കിലേക്ക് വേണ്ടി സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ഒരു നോഡ് 70,000 ഷെയർസ് ആക്കിയിട്ടാണ് പബ്ലിക്കിലേക്ക് വരുന്നത്. അതിൽ ഒരു ഷെയറിന്റെ വാല്യൂ 1728 ആണ് ഇന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട്. അറൗണ്ട് ഒരു 1800 രൂപ. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 1800 രൂപ ഉണ്ടെങ്കിൽ GST അടക്കം നിങ്ങൾക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് ഷെയർ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു നോഡിന്റെ ഒരു ഷെയർ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 1800 രൂപ മുടക്കി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസവും കിട്ടാനായിട്ട് പോകുന്നത് 13 MST കോയിൻസ് ആണ്. നമുക്കറിയാം ബിറ്റ് കോയിന്റെയും എഥേറിയത്തിന്റെയൊക്കെ നോഡിന്റെ ഷെയർസ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ ഈ ഒരു സമയത്തൊക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ അവസരം തന്നെയാണ് ഈ ഒരു MST ബ്ലോക്ക് ചെയിനിലൂടെ നമ്മുടെ മുമ്പിലേക്കും വന്നിരിക്കുന്നത്. മാത്രമല്ല ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടി സപ്പോർട്ടോട് കൂടിയുള്ള ഒരു മികച്ച പ്രോജക്റ്റ് ആണ്. എല്ലാം ലീഗലാണ്. നമുക്ക് വരുന്ന പണവും വൈറ്റ് മണിയാണ്. GST അടക്കം അടച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഏകദേശം 2026 ജാനുവരിയോട് കൂടിയിട്ട് MST കോയിൻസ് നമുക്ക് ഡയറക്റ്റ് സ്വാപ്പ് ചെയ്ത് INR ആക്കി വിഡ്രോ ചെയ്യാൻ ഓപ്ഷൻസും വരികയാണ്. വീണ്ടും പറയുന്നു, GST അടക്കം വരുന്ന ഒരു മികച്ച ലീഗൽ കമ്പനിയാണ്, ലീഗൽ പ്രോജക്റ്റ് ആണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് ഈ പറയുന്ന MST എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഏകദേശം ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ 75-ലധികം പ്രോജക്റ്റുകൾ ഇപ്പോൾ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്കിപ്പോ ജസ്റ്റ് ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് 13 MST കോയിൻസ് ആണ്. ഇന്ന് റേറ്റ് ആയിരിക്കില്ല ഭാവിയിലെ റേറ്റ്. കാരണം ബിറ്റ് കോയിനെ പോലെ തന്നെ ഒരു ഹാൽവിംഗ് ടെക്നോളജി ഇവിടെയും വരുന്നുണ്ട്. 2024 നവംബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1000 രൂപയായിരുന്നു ഇതിലെ ഒരു ഷെയറിന്റെ വാല്യൂ. ഇന്നത് 1800 രൂപയാണ്. ഓരോ ദിവസം കൂടുമ്പോഴും ഈ ഒരു ഷെയറിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക, ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വരുന്ന ഇൻകത്തിന്റെ 50% ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബ്ലോക്ക് ചെയിനിലൂടെ സ്റ്റേക്കിങ്ങിലേക്ക് പോകുന്നു. ബാക്കി വരുന്ന 50% ഡയറക്റ്റ് നമുക്ക് വിഡ്രോ ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലേക്ക് ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% ഇൻകവും എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരുപാട് തരത്തിലുള്ള റാങ്കുകളും വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നല്ല ഇൻകങ്ങളും വരുന്നുണ്ട്. ഒരുപാട് തരത്തിൽ വരുമാനം വയ്ക്കാൻ പറ്റുന്ന ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ പറയുന്ന MST എന്ന് പറയുന്നത്. ഒട്ടും സമയം കളയണ്ട. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇതിന്റെ ഭാഗമായി മാറാനും വേണ്ടിയിട്ട് എല്ലാ ഡീറ്റെയിൽസും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉറപ്പിച്ച് പറയാൻ പറ്റും 100% ലീഗലായിട്ടുള്ള ഒരു മികച്ച കമ്പനിയാണ്, ഒരു മികച്ച പ്രോജക്റ്റ് ആണ്. ഇതൊരു ബ്ലോക്ക് ചെയിൻ ബാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയും പ്രോജക്റ്റും ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ശക്തമായി തന്നെ റെക്കമെൻഡ് ചെയ്യും. മറ്റു ഉഡായിപ്പ് പ്രോജക്റ്റ് ആയിട്ടുള്ള NFT ബൈ ആൻഡ് സെൽ പ്രോജക്റ്റ് പോലെയോ ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പോലെയോ ഒന്നും അല്ല. 100% ലീഗലായിട്ടുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബാക്ക് ചെയ്യുന്ന ഒരു മികച്ച പ്രോജക്റ്റ് ആണ്. ഇത്രയും ഉറപ്പോടെ ഞാൻ ഒരു പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാറില്ല, ഒരു പ്രോജക്റ്റും ചെയ്യാറില്ല. വീണ്ടും പറയുന്നു, ഒട്ടും സമയം കളയണ്ട. സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ഉടനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു മികച്ച ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അത് ഇറ്റ്സ് മീ അഫ്താബ്. ബൈ.